സ്വന്തം മരണം മുൻകൂട്ടി കണ്ട് ആ കൊലയാളിക്ക് മുന്നിലേക്ക് തന്നെ നെഞ്ചും വിരിച്ച് നടന്നുപോയ ഒരു സ്ത്രീ കേൾക്കുമ്പോൾ സിനിമയാണെന്ന് തോന്നാം. പക്ഷേ ഇത് ഇന്ദിരാഗാന്ധിയുടെ അവസാന 24 മണിക്കൂറുകളാണ്. ഹായ്, ഐ ആം സ്റ്റോറിയൽ. വെൽക്കം ടു 30 Days 30 Story സീരീസ് ഡേ 2. മരിക്കുന്നതിന് വെറും 16 മണിക്കൂർ മുമ്പ് ഒരു വേദിയിൽ വെച്ച് അവർ പറഞ്ഞു, ഞാൻ നാളെ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു വെറും രാഷ്ട്രീയ പ്രസംഗമാണെന്നേ അന്ന് എല്ലാവരും കരുതിയുള്ളൂ. പക്ഷേ ആ വാക്കുകളിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ സെക്യൂരിറ്റി ടീം വന്ന് പറഞ്ഞിട്ടും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇടാൻ ഇന്ദിര തയ്യാറായില്ല. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവർ നേരെ നടന്നത് മരണത്തിലേക്കായിരുന്നു. അവിടെ അവരെ കാത്തിരുന്നതോ മറ്റാരുമല്ല, സ്വന്തം ബോഡിഗാർഡായ ബിയാന്ത് സിംഗും. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബിയാന്ത് സിംഗിനെ അപകടകാരിയാണെന്ന് കണ്ട് സെക്യൂരിറ്റിയിൽ നിന്ന് നേരത്തെ മാറ്റിയതായിരുന്നു. പക്ഷേ ഇന്ദിര നേരിട്ടിടപെട്ട് അവനെ തിരികെ കൊണ്ടുവന്നു. തന്നെ കൊല്ലാൻ പോകുന്നവനെ അവർ തന്നെ അരികിൽ നിർത്തി. അവരുടെ മരണശേഷം കണ്ടെത്തിയ ഒരു കുറിപ്പിൽ ഇങ്ങനെയുണ്ടായിരുന്നു: ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ ആക്രമം എന്നെ കൊല്ലുന്നവന്റെ ഉള്ളിലായിരിക്കും, എന്റെ മരണത്തിലല്ല. തനിക്ക് നേരെ മരണം പാഞ്ഞു വരുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അത് തടയാൻ അവർക്ക് സമയവും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ എന്തിനാണ് അതിലേക്ക് തന്നെ നടന്നു പോയത്?